ഹായ്, എല്ലാവർക്കും സാപ്പിയൻസ് PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു മുൻവർഷ ചോദ്യം പരിചയപ്പെടാനായിട്ടാണ് വന്നിരിക്കുന്നത്. IT-യുടെ ഭാഗത്ത് നിന്നുള്ള ചോദ്യമാണ്. അപ്പം ചോദ്യവും അതുമായി ബന്ധപ്പെട്ട കുറച്ച് വിശദീകരണവുമാണ് ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോകാം. അപ്പം ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും ചോദ്യം PROM എൻ്റെ പൂർണ്ണ രൂപം ഏത്? ഇതാണ് ചോദ്യം. ഓപ്ഷൻ എ പറയുന്നത് പ്രോഗ്രാം റീഡ് ഓൺലി മെമ്മറി, ഓപ്ഷൻ ബി പറയുന്നത് പ്രൈമറി റീഡ് ഓൺലി മെമ്മറി, ഓപ്ഷൻ സി പറയുന്നത് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, ഓപ്ഷൻ ഡി പറയുന്നത് പ്രോഗ്രാം റീഡ് ഔട്ട്പുട്ട് മെമ്മറി. ഇതാണ് ഇത് 2024 നടന്ന പരീക്ഷയുടെ ഒരു മുൻവർഷ ചോദ്യമാണ്. ചോദ്യം PROM-ഉമായി ബന്ധപ്പെട്ടാണ് അല്ലേ. PROM എന്ന് പറയുമ്പോൾ റോമാണല്ലോ. ROM, റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? റീഡ് ഓൺലി മെമ്മറി എന്നല്ലേ. റോം എന്ന് പറഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറി എന്നാണ്. അപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓപ്ഷൻ കട്ട് ചെയ്യാനായി സാധിക്കും. റോമിന്റെ പൂർണ്ണരൂപം റീഡ് ഓൺലി മെമ്മറി എന്നാണ്. പിന്നെ ഉള്ളത് PROM-ന്റെ പൂർണ്ണരൂപം പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഞാൻ ചോദിച്ചോട്ടെ, ഈ റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വോളറ്റൈൽ മെമ്മറിയാണോ ഒരു നോൺ വോളറ്റൈൽ മെമ്മറിയാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പഠിക്കണം, റോം ഒരു നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. റോം ഒരു നോൺ വോളറ്റൈൽ മെമ്മറിയാണ് എന്ന് പറഞ്ഞാൽ എന്താ? വൈദ്യുതി ബന്ധം നഷ്ടപ്പെട്ടാലും റോമിനുള്ളിലെ വിവരങ്ങൾ നഷ്ടപ്പെടില്ല. അതാണ് റോം ഒരു നോൺ വോളറ്റൈൽ മെമ്മറിയാണെന്ന് പറഞ്ഞു. അപ്പം വോളറ്റൈൽ മെമ്മറിക്ക് ഉദാഹരണം ചോദിച്ചാലോ, അവിടെ വോളറ്റൈൽ മെമ്മറിക്ക് ഉദാഹരണമായി ചോദിച്ചാൽ നിങ്ങൾ ഏതെഴുതാം? റാം എഴുതാം അല്ലേ. പിന്നെ ഏതെഴുതാം? ക്യാഷെ മെമ്മറി എഴുതാം. ഇതൊക്കെ വോളറ്റൈൽ മെമ്മറിക്ക് ഉദാഹരണമാണ്. അപ്പൊ വോളറ്റൈൽ മെമ്മറിയും നോൺ വോളറ്റൈൽ മെമ്മറിയും ഉണ്ട്. വോളറ്റൈൽ മെമ്മറിക്ക് എക്സാമ്പിൾസ് ആയിട്ട് റാമും ക്യാഷെ മെമ്മറിയും ഒക്കെ പറയാം. എന്താ വോളറ്റൈൽ മെമ്മറി? വൈദ്യുതി ബന്ധം നഷ്ടമാകുന്നതോടുകൂടി ഇതിനുള്ളിലെ കണ്ടന്റ്, വിവരങ്ങൾ നഷ്ടപ്പെടുന്ന തരത്തിലുള്ള മെമ്മറിയെ നമുക്ക് എന്ത് വിളിക്കാം? വോളറ്റൈൽ മെമ്മറി എന്ന് വിളിക്കാം. അങ്ങനെ വോളറ്റൈൽ മെമ്മറിക്ക് ഉദാഹരണമാണ് റാമും ക്യാഷെ മെമ്മറിയും. റാം എന്നതിന്റെ പൂർണ്ണരൂപം റാൻഡം ആക്സസ് മെമ്മറി എന്നാണ്. റാമിന്റെ പൂർണ്ണരൂപം റാൻഡം ആക്സസ് മെമ്മറി എന്നാണ്. റോം എന്നാണെങ്കിൽ റീഡ് ഓൺലി മെമ്മറി എന്നാണ്. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യം പറഞ്ഞോട്ടെ. ഒരു കമ്പ്യൂട്ടറിലെ ഏറ്റവും വേഗതയേറിയ മെമ്മറി ഏതാണ്? ഒരു കമ്പ്യൂട്ടറിലെ ഏറ്റവും വേഗതയേറിയ മെമ്മറിയാണ് രജിസ്റ്ററുകൾ. രജിസ്റ്ററുകൾ കേട്ടോ, രജിസ്റ്റേഴ്സ് അഥവാ രജിസ്റ്ററുകളാണ് ഒരു കമ്പ്യൂട്ടറിലെ ഏറ്റവും വേഗതയേറിയ മെമ്മറി. എന്നാൽ ചില അവസരങ്ങളിൽ PSC രജിസ്റ്ററുകൾ ഓപ്ഷനിൽ തരാറില്ല. അങ്ങനെ വരുന്ന അവസരങ്ങളിൽ ഒരു കമ്പ്യൂട്ടറിലെ ഏറ്റവും വേഗതയേറിയ മെമ്മറി ഏതാണെന്ന് ചോദിച്ചാൽ അത് ക്യാഷെ മെമ്മറി ആയിരിക്കും. രണ്ട് രീതിയിലും PSC ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഒരു കമ്പ്യൂട്ടറിലെ ഏറ്റവും വേഗതയേറിയ മെമ്മറി രജിസ്റ്ററുകൾ, രജിസ്റ്റർ ഓപ്ഷനിൽ ഇല്ലെങ്കിൽ ഏതാണ്? ക്യാഷെ മെമ്മറി ആണ്. അപ്പോ ആ ഒരു ചോദ്യം ക്ലിയർ ആയി. അപ്പൊ വോളറ്റൈൽ മെമ്മറി ആണല്ലോ റാമും ക്യാഷെ മെമ്മറിയും, നോൺ വോളറ്റൈൽ മെമ്മറി ആണല്ലോ റോം. ഈ റോമിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്ന സമയത്ത് അവിടെ ROM ഉണ്ട്, PROM ഉണ്ട്, ഓക്കെ, EPROM ഉണ്ട്, പിന്നെ EEPROM ഉണ്ട്. ഓക്കെ, അപ്പൊ റോമിന്റെ ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ എന്തൊക്കെയുണ്ട്? MROM ഉണ്ട്, PROM ഉണ്ട്, EPROM ഉണ്ട്, EEPROM ഉണ്ട്. എന്താ MROM? MROM എന്ന് പറഞ്ഞാൽ മാസ്ക്ഡ് റോം എന്നാണ് പൂർണ്ണരൂപം. മാസ്ക്ഡ് റോം എന്നാണ് MROM. PROM എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമബിൾ റോം എന്നാണ്. PROM എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമബിൾ റോം എന്നാണ്. EPROM എന്ന് പറഞ്ഞാൽ ഇറേസബിൾ പ്രോഗ്രാമബിൾ റോം എന്നാണ്. ഇറേസബിൾ പ്രോഗ്രാമബിൾ റോം. EEPROM എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റോം എന്നാണ്. അപ്പൊ ഒന്നുകൂടെ പറയാം. MROM എന്ന് പറഞ്ഞാൽ എന്താ? മാസ്ക്ഡ് റോം. PROM എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമബിൾ റോം. EPROM എന്ന് പറഞ്ഞാൽ ഇറേസബിൾ പ്രോഗ്രാമബിൾ റോം. EEPROM എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റോം. അപ്പൊ ഇതാണ് റോമിന്റെ ക്ലാസിഫിക്കേഷൻ. ഇനി നമ്മളോടുള്ള ചോദ്യം എന്താ? PROM-ന്റെ പൂർണ്ണരൂപം ഇതല്ലേ ചോദ്യം? ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചതാ. PROM-ന്റെ പൂർണ്ണരൂപം എന്നല്ലേ ചോദ്യം? അപ്പൊ അവിടെ ഉത്തരം ഏതാ? പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, അതാണ് PROM. അപ്പം അതിൻ്റെ ഉള്ള ഉത്തരം സെറ്റാണ്. ഇനി മറ്റൊരു കാര്യവും കൂടെ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. ഈ റാം എന്ന് പറയുമ്പോഴേ റാം ഇതിന് ക്ലാസിഫിക്കേഷൻ ഇല്ലേ? ഉണ്ട്. റാമിന്റെ ക്ലാസിഫിക്കേഷനായി ഏതൊക്കെ പറയാം? SRAM പറയാം, അതുപോലെ ഏത് പറയാം? DRAM പറയാം, SRAM DRAM പറയാം.
ഇനി എന്താണ് എസ്റാമിന്റെ പൂർണ്ണരൂപം? എസ്റാമിന്റെ പൂർണ്ണരൂപം സ്റ്റാറ്റിക് റാം എന്നാണ്. എസ്റാമിന്റെ പൂർണ്ണരൂപം സ്റ്റാറ്റിക് റാം എന്നാണ്. ഡിറാമിന്റെയോ? ഡിറാം എന്ന് പറഞ്ഞാൽ ഡൈനാമിക് റാം എന്നാണ്. എസ്റാമിന്റെ പൂർണ്ണരൂപം സ്റ്റാറ്റിക് റാം എന്നാണ്. ഡിറാമിന്റെ പൂർണ്ണരൂപം ഡൈനാമിക് റാം എന്നാണ്. അപ്പൊ അതും സെറ്റല്ലേ? എസ്റാമായി, ഡിറാമായി. എസ്റാം എന്ന് പറഞ്ഞാൽ വേഗത കൂടുതലുള്ള റാമാണ് എസ്റാം. ചെലവും കൂടുതലാണ്, വേഗതയും കൂടുതലാണ്, ചെലവും കൂടുതലുള്ള റാമാണ് എസ്റാം. ഡിറാം എന്ന് പറഞ്ഞാൽ വേഗത കുറവായിരിക്കും, ചെലവും കുറവായിരിക്കും, അങ്ങനെയുള്ള റാമാണ് ഡിറാം അഥവാ ഡൈനാമിക് റാം എന്ന് പറയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ മെമ്മറി എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുള്ള ചോദ്യമാണിത്. കമ്പ്യൂട്ടർ മെമ്മറി, ഈ കമ്പ്യൂട്ടർ മെമ്മറി എന്ന് പറയുന്ന ഭാഗം ഏത് ഭാഗത്താണ് വരുന്നത്? കമ്പ്യൂട്ടർ ഹാർഡ്വെയറിന്റെ ഭാഗത്താണ് വരുന്നത്. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. അപ്പൊ നമ്മുടെ സിലബസ് പ്രകാരം, IT-യുടെ സിലബസ് പ്രകാരമുള്ള ഫസ്റ്റ് ടോപ്പിക്കാണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. അതിനകത്ത് 3 ടോപ്പിക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്. 1 ഇൻപുട്ട്, 2 ഔട്ട്പുട്ട്, 3 കമ്പ്യൂട്ടർ മെമ്മറി. ഈ ഭാഗത്ത് നിന്നുള്ള ചോദ്യമാണ് വന്നത്. ഓക്കെ, അപ്പൊ ഈ കമ്പ്യൂട്ടർ മെമ്മറിയുമായി ബന്ധപ്പെട്ട പീറോമിന്റെ പൂർണ്ണരൂപം എന്ന ചോദ്യത്തിന് കൃത്യമായും വിശദീകരിച്ചുമുള്ള ഒരു ഉത്തരം നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ട്. ഇവിടുന്ന് 1-2 ഫാക്റ്റുകൾ അധികം ഞാൻ കൂടുതലായി പറഞ്ഞോട്ടെ, കുറച്ച് അധിക സംസാരത്തിലേക്ക് വരട്ടെ. ആരാണ് കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം ആരാണ്? ചാൾസ് ബാബേജ് ആണ്. കമ്പ്യൂട്ടറിന്റെ പിതാവ് ചാൾസ് ബാബേജ് ആണ്. ഈ ചാൾസ് ബാബേജിന്റെ ആത്മകഥയുടെ പേരെന്താണ് അറിയാമോ? ചാൾസ് ബാബേജിന്റെ ആത്മകഥയുടെ പേര് എ പാസേജ് ഫ്രം ദ ലൈഫ് ഓഫ് എ ഫിലോസഫർ. അങ്ങനെയാണ്. എ പാസേജ് ഫ്രം ദ ലൈഫ് ഓഫ് എ ഫിലോസഫർ. എ പാസേജ് ഫ്രം ഇവിടെ ഉണ്ട്, ദ ലൈഫ് ഓഫ് എ ഫിലോസഫർ. എ പാസേജ് ഫ്രം ദ ലൈഫ് ഓഫ് എ ഫിലോസഫർ. ആരുടെ ആത്മകഥ? ചാൾസ് ബാബേജിന്റെ ആത്മകഥ. അടുത്തത് ആരാണ് കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവ്? കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവ് അദ്ദേഹത്തിന്റെ പേര് അലൻ ട്യൂറിംഗ്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേര്, അലൻ ട്യൂറിംഗ്. കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അലൻ ട്യൂറിംഗ് ആണ്. അടുത്തത് IT-യുടെ പിതാവാര്? IT-യുടെ പിതാവാര്? അദ്ദേഹത്തിന്റെ പേര് ക്ലൗഡ് ഷാനോൻ എന്നാണ് പേര് കിട്ടിയോ? ക്ലൗഡ് ഷാനോൻ, അദ്ദേഹമാണ് IT-യുടെ പിതാവ്. എന്നാൽ ഇന്ത്യൻ IT-യുടെ പിതാവാര്? ഇന്ത്യൻ IT-യുടെ പിതാവ് രാജീവ് ഗാന്ധിയാണ്. ഇന്ത്യൻ IT-യുടെ പിതാവ് ആരാണ്? രാജീവ് ഗാന്ധിയാണ്. അപ്പം കമ്പ്യൂട്ടറിന്റെ പിതാവ് ചാൾസ് ബാബേജ്, അദ്ദേഹത്തിന്റെ ആത്മകഥ എ പാസേജ് ഫ്രം ദ ലൈഫ് ഓഫ് എ ഫിലോസഫർ. അടുത്തത് കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവ് അലൻ ട്യൂറിംഗ്. ഇദ്ദേഹത്തിന്റെ പേരിലുള്ള പുരസ്കാരമാണ് ട്യൂറിംഗ് പുരസ്കാരം. കമ്പ്യൂട്ടർ സയൻസിലെ നൊബേൽ എന്നറിയപ്പെടുന്ന പുരസ്കാരമാണ് ട്യൂറിംഗ് പുരസ്കാരം. IT-യുടെ പിതാവ് ആര്? ക്ലൗഡ് ഷാനോൻ. ഇന്ത്യൻ IT-യുടെ പിതാവ് രാജീവ് ഗാന്ധി. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി എവിടെയാണെന്നറിയോ? അത് ത്രിപുരയിലാണ്. ത്രിപുര കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി വന്നത് ത്രിപുരയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ വന്നത് ബാംഗ്ലൂരാണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി ത്രിപുര, ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ ബാംഗ്ലൂർ. ബാംഗ്ലൂർ എവിടെയാണെന്ന് നിങ്ങൾക്കറിയാം, കർണാടക. കർണാടകയുടെ തലസ്ഥാനം ബാംഗ്ലൂർ. നാനോ സിറ്റി ബാംഗ്ലൂർ, ഇലക്ട്രോണിക് സിറ്റി ബാംഗ്ലൂർ, പെൻഷനേഴ്സ് പാരഡൈസ് ബാംഗ്ലൂർ, സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ ബാംഗ്ലൂർ, ഗാർഡൻ സിറ്റി ബാംഗ്ലൂർ, റേഡിയോ സിറ്റി ബാംഗ്ലൂർ, സ്പേസ് സിറ്റി ബാംഗ്ലൂർ, ISROയുടെ ആസ്ഥാനം ബാംഗ്ലൂർ, ഇൻഫോസിസിന്റെ ആസ്ഥാനം ബാംഗ്ലൂർ. ഒത്തിരിയായോ? ഇല്ലല്ലേ? അപ്പൊ ബാംഗ്ലൂർ എന്നല്ല ഇപ്പോഴത്തെ പേര്, ബംഗലൂരു. എന്താണ്? ബംഗലൂരു, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ച് റിലേറ്റഡ് ഫാക്റ്റുകൾ പറഞ്ഞു പോകാനായിട്ടാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ഒരു ചോദ്യവും അതുമായി ബന്ധപ്പെട്ട് വന്ന കുറച്ച് കാര്യങ്ങളുമാണ് നിങ്ങളുമായി ചർച്ച ചെയ്തത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവർക്കും താങ്ക്